ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ സ്ലൈഡ് ബോക്സ് അപ്ഡേഷൻ ആട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം എന്റെ സ്ലൈഡ് ബോക്സിലുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി തീർന്നു. അത് മാത്രമല്ല, ഉള്ളതെല്ലാം ഇങ്ങനെ മിക്സായി കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു സ്ലൈഡ് ബോക്സ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുക, കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സ്ലൈഡ് ബോക്സിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി. അപ്പം ഈ മാറ്റിയ സാധനങ്ങളൊക്കെ ഞാൻ പേഴ്സണൽ യൂസിനാട്ടോ എടുക്കുക. എന്താ പറയുക, യൂപെൻസ് ആണെങ്കിലും സ്ലൈഡൊക്കെ ആണെങ്കിലും ഞാൻ ഇനിയിപ്പം വീഡിയോ ചെയ്യാനും ഒക്കെ ഞാൻ അതൊക്കെ യൂസ് ചെയ്യും. അപ്പൊ ഇന്നലെ പോയിട്ട് ഞാൻ ഉർവശിയിൽ നിന്ന് കുറച്ച് യൂപെൻസും സ്ലൈഡും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഞാൻ എൻ്റെ ബോക്സിൽ അറേഞ്ച് ചെയ്യുന്നതെന്നാട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഞാൻ 2 ബ്രൗൺ കവറിലായിട്ടാണ് നമ്മുടെ സാധനങ്ങൾ ഉള്ളത്. എനിക്ക് കവർ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ ഈ കവർ മടക്കി എടുത്ത് വെക്കുകയാണ്. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനൊക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ കവർ കാണില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ മടക്കി എടുത്ത് വെക്കാറുണ്ട്. കുറച്ച് കവർ നീറ്റായിട്ടാട്ടോ വെക്കാറ്, ഞാൻ വലിച്ചു വരും ഇടാറില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ബ്രൗൺ കവർ ഓപ്പൺ ചെയ്യുമ്പം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു സ്ലൈഡ് ബോക്സ് ആട്ടോ. ഏകദേശം 2 ടൈപ്പ് സ്ലൈഡും ഒരു 3 ടൈപ്പ് യൂപ്പനുമാണ് ഞാൻ യൂസ് ചെയ്യാറ് ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയ സ്ലൈഡാണ്. ഞാൻ ഇതൊക്കെ എന്താ പറയുക, ഇതിന്റെ സൈസ് ഡിഫറൻസ് ഒക്കെ ഞാൻ ഇതിന് ശേഷം എടുത്ത് വെക്കുമ്പം ഞാൻ കാണിക്കുന്നുണ്ടേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ പിന്നീട് കിട്ടുന്നത് പിന്നാണ്. ഇത് നമ്മൾ സാരിയിലൊക്കെ പിൻ ചെയ്യുന്ന പിന്നാണ്, പക്ഷെ കുറച്ചും കൂടി വലിയ സൈസാണ്. വീഡിയോയിൽ കാണുമ്പം എന്താ പറയുക, അങ്ങനെ സൈസ് ഡിഫറൻസ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഇത് കുറച്ചും കൂടെ വലിയ യൂപ്പിനാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഈ അടുത്തായിട്ട് വരുന്ന വർക്ക് എല്ലാം നോർത്ത് ഇന്ത്യൻ വർക്കുകളാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ നിറച്ച് എംബ്രോയിഡറി, സ്റ്റോൺ വർക്കൊക്കെ ആയതുകൊണ്ട് വലിയ പിൻ തന്നെ വേണം. പിന്നീട് എനിക്ക് കിട്ടുന്നത് യൂപ്പിനാണ്, ചെറിയ യൂപ്പിനാട്ടോ, സൈസ് ചെറുതായിട്ടുള്ള യൂപ്പിനാണ്. ഏറ്റവും കൂടുതൽ ഹെയർ സ്റ്റൈലിങ്ങിൽ ആവശ്യം വരുന്ന ഒരു സാധനം യൂപ്പിനാണ്. എല്ലാ വർക്ക് കഴിയുമ്പോഴും യൂപ്പിൻ തീർന്നു. നമ്മളൊരു 10 അല്ലെങ്കിൽ 12 സ്ലൈഡ് ചിലപ്പോൾ യൂസ് ചെയ്യായിരിക്കും, പക്ഷെ യൂപ്പിൻ എത്ര ഉപയോഗിക്കുന്നതെന്ന് ഒരു കൈയും കണക്കുമില്ല. അത്രയും യൂപ്പിൻസ് വേണ്ടിവരും. പിന്നെ ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ. ഇത് പൊട്ടാണ്. നിങ്ങൾ ചെറിയ ചെറിയ പാക്കറ്റ് പൊട്ടുകൾ വാങ്ങി എപ്പോഴും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുക്കായിട്ട് വാങ്ങുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. നല്ല രസമില്ലേ? പിന്നെ രണ്ടാമത്തെ ബ്രൗൺ കവർ ഓപ്പൺ ചെയ്യുമ്പം എനിക്ക് അതിൽ നിന്ന് വീണ്ടും കിട്ടുന്നത് യൂപ്പിൻ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂപ്പിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും. അങ്ങനെ യൂപ്പിൻ എടുത്തു. അപ്പോൾ വലിയ യൂപ്പിനായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 120ഓളം യൂപ്പിനെങ്കിലും ആ ഒരു ബോക്സിൻ്റെ അകത്ത് ഉണ്ടാകും. പക്ഷെ അത് ഈ ഒരു വർക്ക് കഴിയുമ്പോൾ തന്നെ തീർന്നു പോകും. അതിനുള്ളതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ എടുക്കുന്നത് സ്ലൈഡാട്ടോ. ഇത് വലിയ സ്ലൈഡാണ്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് ബാൻഡാണ്, അറിയില്ല, ലാസ്റ്റിക് പോലത്തെ വലിയൊരു ബാൻഡാണ് എന്തായാലും. അപ്പം അതൊരു പ്ലാസ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ ഇതിൽ നിന്ന് മാറ്റിയ സാധനങ്ങളിൽ നിന്ന് ആ ഒരു ബാൻഡ് മാത്രമാണ് എൻ്റെ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പം എടുത്ത് വെക്കുന്നുള്ളൂ. പഴയ സാധനങ്ങളൊക്കെ ഞാൻ പേഴ്സണൽ യൂസിന് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇതൊരു അറ്റത്തിരി മുത്തുള്ള ഒരു ബാൻഡാണ്. ഇത് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് 2 സൈസ് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലുതുമാണ്, പിന്നെ ഈ ഉള്ളത് ഒരു ചെറുതുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിഫറെന്റ് സൈസിൽ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഹെയറിന്റെ തിക്നെസ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ തിക്നെസ്സിനനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 എന്താ പറയുക സൈസിലുള്ള ബാൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ ചെറിയ യൂപ്പിൻസ് ആണ് എടുത്തു വെക്കുന്നത്. ചെറിയ യൂപ്പിൻസ് ഫില്ല് ചെയ്ത ശേഷം വലിയ യൂപ്പിൻസ് ഫില്ല് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഒരു 8 ആയിട്ട് ബോക്സ് ഡിവൈഡ് ചെയ്തേക്കുന്ന എന്താ പറയുക സ്ലൈഡ് ബോക്സ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതിപ്പോൾ സൈസ് ഡിഫറൻസ് കാണിക്കാനാട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ബോക്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പം നല്ല വെയിറ്റ് ആയിരിക്കും, നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ അസിസ്റ്റൻസ് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ തന്നെ അസിസ്റ്റൻസിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ വലിയ സ്ലൈഡ് ബോക്സ് പിടിക്കുമ്പം. പിന്നെ ഇപ്പം ഞാൻ എല്ലാം കൂടെ ട്രോളിയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം എടുത്ത് വെക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഒരു സ്ലൈഡ് ബോക്സിലേക്ക് എല്ലാ സാധനങ്ങളും മാറ്റിയത്. നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വളരെ വളരെ വലിയ സ്ലൈഡ് ബോക്സ് ആയിരുന്നു. അപ്പോൾ അത് ആൾക്കാർക്ക് പിടിക്കാനും അതുമാത്രമല്ല അറേഞ്ച് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ചെറിയ സ്ലൈഡ് ബോക്സിലേക്ക് മാറിയത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്ലൈഡ് ബോക്സ്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലൈഡ് ബോക്സ് അപ്ഡേഷൻ. പിന്നെ ഞാൻ നേരത്തെ കാണിക്കാനും പറയാനും വിട്ടുപോയിട്ടുള്ള ഒരു സംഭവമാണ് ഇൻവിസിബിൾ യൂപ്പിൻ. ഇൻവിസിബിൾ യൂപ്പിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവമാണ് ഹെയർ സ്റ്റൈലിംഗിൽ. നമ്മുടെ ചെറിയ ചെറിയ മുടികളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കില്ലേ ഹെയർ സ്റ്റൈലിംഗ് കഴിയുമ്പോൾ, അപ്പോൾ അത് ഒതുക്കി വെക്കാൻ വേണ്ടി ഹെയർ സ്പ്രേ ചെയ്യാതെ നമ്മൾ ഇതുപോലെ കുഞ്ഞു യൂപ്പിൻ എടുത്തു വെക്കും. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കണ്ടത്. അപ്പോൾ നിങ്ങളോട് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയറിനേക്കാളും തിക്നെസ് കുറവാന്ന് തോന്നുന്നു അതിന്. ഇത്രയേ ഉള്ളൂ സംഭവം.
അപ്പം അത്രയേ ഉള്ളൂ. ബൈ.